പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. സാധാരണ ഇതാ ബാങ്ക് മാനേജറാ, എടുത്തോണ്ട് ടിക്കറ്റ്. ചവിട്ടി എല്ലാം മുളയ്ക്കും. കട പൂട്ടിയാ നേരെ വീട്ടിലേക്കാ. എവിടെയും തങ്ങണ സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക്. അതാ എന്റെ വേവലാതി. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവൻ ഇവിടെ എത്തും. ചെറിയ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് പേടിക്കേണ്ടത്. എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കേറുന്ന പ്രായ. അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാനിടാനുള്ള ത്രാണി വേണം. എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല. വഴി തെറ്റൊന്നുമില്ല പുണ്യെ, അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ. അയ്യോ, ആ ഇതാ വന്നല്ലോ. എന്തായി കുട്ടിയെ? ഇന്ന് കട കൂട്ടിയത് മോനേട്ടനാ. ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയെന്ന്. എന്തോ പാർട്ടി അത്രേ. പാർട്ടിയോ? ആ, അപ്പൊ വീശിയിട്ടായിരിക്കും വരവ്. ഇപ്പൊ എന്തായി ശങ്കരേട്ടാ? അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല. എന്റെ പേടി പങ്കുണ്ണിമേനൻ അവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുവോന്നാ. ഈ അമ്മയ്ക്ക് എപ്പോഴും പങ്കുണ്ണിമേനെ വർത്താനേ പറയാറുള്ളൂ. അയാള് ചത്തു പറഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ല അമ്മേ. കൊല്ലം എത്രയായാലെന്താ? അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയല്ലേ. പ്രമാണിമാര് കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ ആ പുണ്യെ. ഒരേല നീ പേടിച്ചോടണം. നീ എങ്ങനെയാ പുണ്യ ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി? ഋഷികേശത്തിലും കൈലാസത്തിലും മേലെയൊന്നും ഇല്ല ശങ്കരേട്ടാ. അനിതേ, മുത്തശ്ശിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കുമോളെ. നേരെ ഒരുപാടായില്ലേ, കിടന്നോട്ടെ. എല്ലാവരും പോവാ. വായു ഇളകി തുടങ്ങി. ഞാനും വരാം. ഞാനും വരാ. നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നേരത്തെ നാളികേരം വീണതാ. നാളികേരം എന്താ ഈ പട്ടി കിടന്ന് കുറയ്ക്കണേ? നീ എന്താ നേരെ വരാതെ ഇങ്ങനെ വന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. എവിടെ ആയിരുന്നടാ നീ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് തീ തിന്നായിരുന്നു. അമ്മേ, ആ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി ബാങ്ക് മാനേജർക്ക് ഒരു പാർട്ടി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വിശക്കുന്നുണ്ടാവില്ലേ നിനക്ക്? കുളിച്ചു വരും, അമ്മ ചോറെടുത്ത് വെക്കാം. എന്താ എന്താ? എത്ര എണ്ണം വീശി? ഒരു കുപ്പി. കുറച്ചടിക്കുന്നതിൽ ഒരു തകരാറുമില്ല. ഞാൻ ഹരിദ്വാറിലായിരുന്നപ്പോ എന്റെ ഒരു ശിഷ്യൻ എനിക്ക് മറ്റവനെ കൊണ്ടുവന്നു തന്നു. കഞ്ചാവ് 2 പിടി പിടിച്ചു. പിന്നെ എനിക്ക് ഹരിദ്വാരവും ഇല്ല, കൈലാസവും ഇല്ല, ഒരു പുല്ലുമില്ല. ഞാനിങ്ങനെ പറന്നു 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 ചൊല്ലാൻ. ഈ അമ്മാന്റെ വെടിപൊട്ടിക്കൽ ഇനിയും നിർത്തിയില്ലേ? വരും, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. അവനെവിടെ? കുളിക്കാൻ പോയിരിക്കാ. എന്നാ പിന്നെ എനിക്കും കുളിച്ചൂടെ?
വക്കോലിട്ട് കൊടുക്കാൻ വന്ന് ആടിനോ? ആടിനല്ല, പശുവിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വയ്ക്കലിട്ട് കൊടുത്തോളാം. അതെന്താ ഞാൻ ഇട്ട് കൊടുത്ത തിന്നില്ലേ? സാധാരണ അമ്മാവനല്ലല്ലോ വയ്ക്കൽ കൊടുക്കുന്നത്. അല്ല, ഇന്നു മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ. ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിരിച്ചിട്ടുള്ളതാ. സമ്മതിച്ചു. പിന്നെ അമ്മാവനെ ശങ്കരമ്മാവൻ വിളിക്കണ്ട്. വേഗം അങ്ങോട്ട് തന്നെ. നിന്നെ ചേച്ചി അവിടെ അന്വേഷിക്കുന്നത്, നീ അങ്ങോട്ട് അല്ലേ? കള്ളം പറയണ്ട, അമ്മ അങ്ങോട്ട് ചെല്ലാതെ പറഞ്ഞത്. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് പോണ പ്രശ്നമില്ല. ഞാൻ ഇവിടെ കിടക്കാൻ അത് കൊള്ളൂലല്ലോ. എന്തോട് ബഹളം? ഒന്ന് നിർത്താനല്ലേ പറഞ്ഞേ? ഇന്നൊരു ദിവസം ഈ മിണ്ടാ പ്രാണിക്ക് വക്കോട്ട് കൊടുക്കാൻ ഇവ സമ്മതിക്കുന്നില്ല. വയ്ക്കോലിട്ട് കൊടുക്കുന്ന എന്റെ അവകാശം, അത് ഞാൻ ചെയ്തോളാം. അവകാശമൊക്കെ പോട്ടെ, വക്കോല് ഞാട്ട് കൊടുത്തോളാം. ഞാട്ട് കൊടുത്തോളാം. അത് ശരിയാ. വേണ്ട ചേട്ടാ. വിടാനല്ലേ പറഞ്ഞു. വിടാൻ ചതിച്ചല്ലോ ഈശ്വര. ഇതാണ് വയ്ക്കോല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നത്? ഓയല്ലോ ഈശ്വര. എന്റെ ഭഗവതി, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ തെക്കേല മൂട്ടിയമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. ഉടനെ ഇങ്ങ് വരണം. എന്താ ഉണ്ടായത്? ചെറിയൊരു നഷ്ടം കൂടെയുള്ളവന്മാരുടെ പിടിപ്പോട് കൊണ്ട് പറ്റിയതാ. ഇത്രയും കൊല്ലത്തിനിടയില് ഇങ്ങനൊരു പിഴവ്. എന്തിനാ ഇതൊക്കെ? ഒരു രാത്രിയെങ്കിലും മനസമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഞാനിതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത് എന്റെ മനസമാധാനത്തിന് വേണ്ടി മാത്രമാണ്. അതിന്റെ ഓശാരം പറ്റിക്കൊണ്ട് അന്നാമ്മയും കുഞ്ഞും മിണ്ടാതങ്ങിരുന്നാ മതി. രക്തബന്ധത്തേക്കാ വില ഇവനുണ്ടെന്ന് 10ാമത്തെ വയസ്സിൽ മനസ്സിലാക്കിയവനാ മാത്തച്ഛൻ. കാശുണ്ടെങ്കിൽ കേരളം മുതൽ കേന്ദ്രം വരെ കയ്യിലിരിക്കും. അന്നാമ്മേ, മീനാക്ഷി ഇന്നലെയും ചോദിച്ചിരുന്നു മകനെ പറ്റി. 1 മാസമായിട്ട് കത്ത് വരാത്തതുകൊണ്ട് ആ സ്ത്രീ നിലവിളിക്കുക. അന്നാമ്മയുടെ ശക്തമായ ശുപാർശ മൂലമാണ് ആ കുഞ്ഞിനെ ഞാൻ ലോറിപ്പണിക്ക് എടുത്തത്. എന്നിട്ട് എന്തായി? ക്ലീനറുടെ പണി മാത്രം ചെയ്താ പോരായോ? എന്തിനാ വെറുതെ ലോറി ഓടിക്കുന്നേ? അപ്പോ ആ കുഞ്ഞിന്റെ കത്തൊരിക്കലും ഇനി മീനാക്ഷിക്ക് കിട്ടില്ല അന്നാമ്മേ. ആ കുഞ്ഞെ, ഒറ്റ കൊടുത്തത് ആരാണെന്നറിയാവോ? ഖാദർബായിയുടെ ഗ്രൂപ്പാ. ഇസ്മായിലിനെ മംഗലാപുരം ബീച്ചിൽ വെച്ച് നമ്മൾ കഥ കഴിച്ചതിന്റെ പക തീർത്തതാ. ദുഷ്ടന്മാര്. ദുഷ്ടന്മാര്.
കള്ളക്കടത്തും മയക്കുമരുന്ന് വ്യാപാരവും ഈ പട്ടണത്തിൽ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടും ഇന്നലെ നടന്ന ഓപ്പറേഷനിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച തന്നെയാണ്. എങ്കിലും ഈ ഓപ്പറേഷനിൽ മിസ്റ്റർ ജോൺസന്റെ ഏണസ്റ്റ് എഫേർട്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിടിക്കപ്പെട്ട പ്രതികളുടെ കൈവശം കള്ളക്കടത്ത് സാധനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് ദുരൂഹമായി തോന്നുന്നത്. വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് യാത്രക്കിടയിൽ അവർ എവിടെയെങ്കിലും പെട്ടി ഉപേക്ഷിക്കാനാണ് സാധ്യത എന്നാണ്. അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവം ആ ബാങ്ക് മാനേജറെ അവിടെ ഇരുത്തിയതാണോ അല്ലേ? നോ സർ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. മദ്യപിച്ച് വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുക എന്നത് അയാളുടെ സ്ഥിരം സ്വഭാവമായിരുന്നു. അപ്പൊ ടിപ്പ് ഓഫ് കിട്ടിയത് ജെനുവിൻ സോഴ്സിൽ നിന്നായിരുന്നില്ലേ? ഉവ്വ് സർ, അതുകൊണ്ടായിരുന്നു വൈകുന്നേരം 3 മണി മുതൽ ബീച്ചിൽ കാത്തു കിടന്നത്. ആ ഹോട്ടലുകൾ സെർച്ച് ചെയ്യുന്നതിനോടൊപ്പം ഗസ്റ്റ് ഹൗസ് ഒബ്സർവ് ചെയ്തിരിക്കണം. യെസ് സർ. ബോംബെ പോലീസിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, യു പ്രൊസീഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അനിത, ഇന്ന് ഞാൻ ചോറ് കൊണ്ടുവന്നില്ല. എന്തു പറ്റി? അതെ, ഔസേപ്പച്ചന്റെ വീട്ടിലാ ഊണ്. പുള്ളിയുടെ മകളുടെ ബർത്ത്ഡേയാ. ഇത് ആദ്യം പറയായിരുന്നില്ലേ ഗോപിയേട്ടന്? ശരിയാ, ആദ്യം പറയായിരുന്നു. ഹലോ, നമസ്കാരമുണ്ട്. നേരെ ഇങ്ങനെ കയറി വരെ എങ്ങനെ ധൈര്യം ഉണ്ടായേ? പുള്ളിക്കാരൻ കോടതിയും കേസും ഒക്കെ ആയിട്ട് വൈകുന്നേരം മടങ്ങിയെത്തുമെന്ന് എനിക്ക് വിവരം കിട്ടി. എന്താന്ന് പതിവില്ലാത്തൊരു സന്തോഷം. ഗോപിയേട്ടനെ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെ. സത്യം പറയാലോ, സ്മാർട്ട് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ അമ്മാവനുണ്ടല്ലോ, നിന്റെ തന്തപ്പടി, ആ നീജൻ എത്ര കട്ടി സ്വർണം കൊടുത്താൽ അങ്ങനെ വിലക്കെടുക്കാൻ പറ്റും? ഗോപിയേട്ടൻ എന്താ വട്ടുപിടിച്ചിരിക്കുക? ഒരു കുഴപ്പമില്ല. സ്കൂളിൽ വെച്ച് നീ തന്ന കാശുണ്ടല്ലോ മാനേജറെ ട്രീറ്റ് ചെയ്യാൻ, അതെന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. ഇനി എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ബാങ്ക് ലോൺ ഇത്ര പെട്ടെന്ന് ശരിയായോ? എങ്ങനെയാണ് ശരിയാക്കിയെന്നുള്ള തൽക്കാലം അവിടെ നിൽക്കട്ടെ. നിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? കുതിരപ്പുറത്താ? അല്ല, സ്വർണ്ണ രഥത്തിൽ സ്വർണം കൊണ്ട് മൂടി. സത്യം പറയട്ടെ, ഗോപിയേട്ടൻ ഇപ്പം വട്ട് തന്നെയാ. ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ പോവാണ് മായ ഞാൻ. നിനക്കറിയോ, ഈ ഭൂമിയിൽ പണമില്ലാതെ ജീവിക്കലാണ് ഏറ്റവും അപമാനകരമായ സംഗതിയെന്ന് അനുഭവത്തിലൂടെ പഠിച്ചവനാണ് ഞാൻ. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ ഉടമയായ ഗോവിന്ദൻ നായരുടെ മകൾക്ക് അത് മനസ്സിലാവില്ല. സ്കൂൾ മാഷായിരുന്ന എന്റെ അച്ഛൻ, സ്വാതന്ത്ര്യ സമര പോരാളി. ഖദർ പോലെ ശുഭ്രമായ മനസ്സായിരുന്നു അച്ഛൻ്റേത്. അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല. വളഞ്ഞ വഴിയിലൂടെ ഒന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല എന്നതാണ് സത്യം. എന്നിട്ടെന്തായി? ജപ്തി ചെയ്യപ്പെട്ട വീട്, എല്ലാ സ്വപ്നങ്ങളും ബലികഴിച്ച് തുണിക്കടയിൽ കൂലിക്കാരനായി നിൽക്കേണ്ടി വന്ന മകൻ. ഗോപിയേട്ടാ, എന്നെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ ഇതൊക്കെ നിറക്കി വെക്കണ്ടേ മായ? ബന്ധുവീട്ടിലെ കല്യാണത്തിന് പോലും പോകാൻ കഴിയാതെ അകന്നു നിൽക്കേണ്ടി വരുന്ന അനിയത്തിമാരുടെ ദുഃഖം. നിറം മങ്ങി നരച്ച സാരിക്ക് പകരം അവർക്ക് വേറൊന്നും വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്കിതുവരെ കഴിഞ്ഞിട്ട്. എന്തിനാ ഗോപിയേട്ടാ ഇപ്പൊ ഇതൊക്കെ പറയണേ? ഇതിനൊക്കെ എനിക്ക് പകരം ചോദിക്കണം. ഈ നാട് പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന കോടീശ്വരനാവാൻ പോവുകയാണ് നിന്റെ ഗോപിയേട്ടൻ. ആർക്കായിരുന്നു അസുഖം? മുത്തശ്ശിക്കോ വല്യമ്മാവനോ? ആർക്കും അങ്ങനെ അസുഖമൊന്നുമില്ല. പിന്നെ മുത്തശ്ശിക്ക് ചെറിയൊരു പല്ലുവേന, അത് പതിവുള്ളതാ, മാറിക്കോളും. പിന്നെന്താ ഇത്ര വൈകിയത്? എന്നും വൈകുമ്പോഴുള്ള ഒഴികഴിവ് വീട്ടിലെ അസുഖമാണല്ലോ. എന്താ വൈകിയെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വൈകി. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുന്നോടിയായി ഞാൻ 2 ആഴ്ചത്തെ അവധി എടുക്കാൻ പോകും. 2 ആഴ്ചത്തെ അവധിയോ? അതെ, 2 ആഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ഔസേപ്പച്ചന് വേറെ ആളെ നിയമിക്കാം. പോട്ടെ. എന്തൊക്കെയുണ്ട് മോനേട്ടാ വിശേഷങ്ങൾ? ഇപ്പൊ എന്തിനാ 2 ആഴ്ചത്തെ അവധി? ബെണ്ണേട്ടാൻ പോവാ? 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഇന്ദിരയുടെ കല്യാണത്തിന് എന്റെ വക സമ്മാനമുണ്ട്, കുറച്ച് സ്വർണം. എന്തിനാ ഗോപിയേട്ടാ വെറുതെ ആളെ കളിയാക്കണേ? ഞാൻ പറഞ്ഞതാ, കല്യാണ തീയതി അറിയിക്കാൻ മറക്കരുത്. വരട്ടെ. മഹാഭാഗ്യവാൻ, നല്ല കാലം വരുന്നുണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ 125 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കയ്യിൽ കാണുന്നുണ്ട്. വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒന്നും പറയണ്ട. പണിക്കരേട്ടൻ ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടില് കാക്കക്കാഷ്ടത്തിന്റെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല. തൽക്കാലം ദാ ഇത് വെച്ചോളൂ. ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ പണിക്കർക്ക് വേണ്ടി ഒരു ഗംഭീര മണിമാളിക പണി തരുന്നുണ്ട്.
എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഒരു നെയിം ബോർഡും ജോത്സ്യ നിപുണൻ പാണാവള്ളി കൃഷ്ണപ്പണിക്കർ. പോട്ടെ, സമയമില്ല. ഞാൻ ചേട്ടനെ കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം. ഇവിടെ പറയുന്നൊക്കെ അച്ചട്ടായിരിക്കും കേട്ടോ മാവാ. വരട്ടെ. സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് നിലവാരം എത്രയാ? അവിടെ ചോദിച്ചാൽ മതി. അവിടെ തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ അല്ലേ? ചോദിച്ചോളാം. സാർ, എന്തു വേണം? വില നിലവാരം ചോദിക്കാൻ വേണ്ടി. എന്ത് നിലവാരം? ഇരിക്കും. സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഗ്രാമിന് 434 രൂപ. കൊടുക്കാനോ വാങ്ങിക്കാനോ? വാങ്ങിക്കാൻ. അല്ല, കൊടുക്കാൻ. എത്ര ഗ്രാമുണ്ട്? തൂക്കിയിട്ടില്ല സാർ. ഏകദേശം എത്ര കാണും? ഒരു 2 കിലോ കാണും. 2 കിലോയോ? കറിയാച്ചനാ? നമസ്കാരം ഇൻസ്പെക്ടർ സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇല്ല, ഒരു വിവരമില്ല. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചോളാം. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? ഒന്നുമില്ല സാർ. അച്ഛന്റെ അനിയത്തിയുടെ ഭർത്താവ്, അല്ല അമ്മാവന്റെ ഭാര്യ ഖത്തറില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കാൻ പറഞ്ഞു. ലീവിൽ വരുമ്പോ ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവര് വന്നിട്ടാവോ? ചെന്നാട്ടെ. ചെല്ലാം സാർ. ഒരു സോഡ, ഉപ്പൊട്ടും കുറയ്ക്കണ്ട. മധുരം തീരെ കുറയ്ക്കണ്ട കുട്ടിയെ. എന്തൊരു കഷ്ട. പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ പ്രമേഹാന്നാ ജനങ്ങളുടെ ധാരണ. ചായക്കടയിൽ പോയാലും കല്യാണത്തിന് പോയാലും ചായയില് പഞ്ചസാര കാണത്തില്ല. ചേട്ടാ, ഈ ഹരിദ്വാരത്തിലെ നായന്മാരുടെ കടയില് ശങ്കരേട്ടനും അപ്പുണ്ണിയും വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കേട്ട സ്ഥിതിക്ക് എനിക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പൊ തന്നെ എടുത്താൽ പൊങ്ങാത്ത ഭാര ഗോപിയുടെ തലയില്. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ. ചേച്ചി എന്തായി പറയണേ? ഇത് അങ്ങനെയുള്ള കല്യാണമൊന്നല്ലല്ലോ. അവര് തമ്മിൽ കണ്ടു, ചിരിച്ചു, അടുത്തു, ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ കൊട്ടും കുരുവിയും സദ്യയും പാട്ടൊന്നും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. ശങ്കരേട്ടൻ എന്ത് തോന്നുന്നു? അപ്പുണ്ണിക്ക് തോന്നിയതൊക്കെ എനിക്കും തോന്നി. മനസ്സിലായില്ലല്ലോ. എന്താ ഈ പറഞ്ഞതാ? അല്ല, നിങ്ങളെ. ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. കുട്ടി, തടി കുറച്ചുകൂടി ഉഷാറാക്കണം. വിജയനെ കണ്ടില്ലേ നീ? കണ്ടില്ലേ? എന്താണ്? ഗോപി എത്തിയല്ലോ. മോനെ, ഇത് വിജയന്റെ അമ്മയും അമ്മാവനുമാ. വിവാഹം ഉറപ്പിക്കാൻ വന്നതാ. ഈ വിവാഹം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഗോപി തമാശ പറയാണ്. ഒരു ജോലിയില്ലാതെ നടക്കുന്നവന് എന്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമില്ല. മോനെ, ഓർമ്മ വെച്ച നാൾ മുതൽ കഷ്ടപ്പാടും പ്രാരാബ്ധവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ കുടുംബത്തിൽ. വീണ്ടും കഷ്ടപ്പെടാൻ വേണ്ടി അവളെ എങ്ങോട്ടെങ്കിലും തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല. നിന്നെ ഒരുപാട് പൊന്നും പണവും കൊടുത്ത് നല്ല നിലയിൽ കെട്ടിച്ചയക്കും ഞാൻ. എന്താ, വിശ്വാസാവണില്ലേ? സമ്മതമാണെന്ന് അറിയിച്ചോണ്ടാ ഞങ്ങൾ വന്നത്. ഇങ്ങനെ അപമാനിക്കാനായിരുന്നെങ്കിൽ മടി പോവാം. അയ്യോ സ്വാമിജിയാ പറയണേ, നിങ്ങൾ പോവരുത്. ഓടോ. അവര് പോയി എന്ത് ചെയ്യാ? ഗോപി, നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ഒന്നും പറ്റിയിട്ടില്ല അമ്മേ. ഇന്ന് വരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി.